അനുമോൾ ചേച്ചിയുടെ ശരിക്കും റിലേഷൻ പറയുമ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത് ചോദ്യം ചോദിക്കാനോ? കഴിഞ്ഞോ? അപ്പൊ പറയണ്ടേ, ഉത്തരം പറയണ്ടേ? ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ട് ശരി ശരി ഇല്ലില്ല. അതായത് കണ്ടിന്യൂ ചെയ്യാൻ മാത്രം നല്ലൊരു ഭയങ്കര ഹാപ്പി ടോപ്പിക്. ഇത് മറ്റേ പിള്ളേർ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കണ പോലെ കുറെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. നമ്മളെങ്ങനെ കൃത്യമായിട്ട് ആൾക്കാരെ പറ്റി ചിന്തിക്കണം. ചിന്തിച്ച് എന്റെ മോളെ പിന്നെ അത് നോക്കും. ആ പിള്ളേരെ കൊച്ചു മരിക്കും. അതായത് ചേട്ടന്റെ സിസ്റ്ററിൻലോ മരിച്ചുപോയി. അപ്പം സിസ്റ്ററിൻലോട് 2 പിള്ളേരുണ്ട്. അപ്പൊ സിസ്റ്ററിൻലോട് 2 പിള്ളേരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ വരെ ഒരമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. ഇനി അവിടെ എന്നാണ് പറഞ്ഞത്. അത് തലയിൽ കയറാത്തോണ്ട് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. അല്ല ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി എന്താണ് നെക്സ്റ്റ് ബേബി പ്ലാൻ? എന്റെ മോള് ഇവിടെ സിംഗിൾ ആയിട്ടല്ല വളർന്നത്. എന്റെ ബ്രദറിന്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ സിബ്ലിങ്സ് ആയിട്ട് ജോയിന്റ് ഫാമിലി അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒറ്റ മകളെന്ന് പറയാൻ പറ്റൂല നമുക്ക്. നമുക്ക് ഇപ്പൊ തന്നെ 2 പെൺപിള്ളേരുണ്ട്. പിള്ളേർക്ക് ഒരമ്മയെ ഇവിടെ ഉള്ളൂ. ഇവിടെ 3 പിള്ളേരുണ്ട് ഈ വീട്ടില്. ചേട്ടത്തി അമ്മ മരിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 3 years ആയിട്ടുണ്ട്. 4 years ആകുമ്പോൾ എന്റെ ചേട്ടത്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്യമ്മ ആയാ മതി മോനെ എന്ന് പറഞ്ഞു അങ്ങനെ നിന്ന ഒരാളാണ്. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ് ഒക്കെ കാണിച്ച ഒരാളാണ് സിസ്റ്ററിൻലോ. എന്താ പറ്റിയത് ശരിക്കും? കോവിഡ്. ചേട്ടത്തിയമ്മ അത്രയ്ക്കും നല്ലൊരു പേഴ്സൺ ആയിരുന്നു. ചേട്ടത്തിയമ്മ നമ്മുടെ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിനെയും അങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എത്ര ചെയ്താലും അതിന്റെ എന്റെ മോള് വീണ് കരയണത് കൊച്ചാന്ന് വിളിച്ചിട്ടായിരുന്നു. അമ്മന്നൊക്കെ വിളിച്ച് കരയുന്നത്. പക്ഷേ ഇത് കൊച്ചാന്ന് താഴെ വീണ അതാണ്. അത് ഞാൻ പുച്ഛിച്ച് പറഞ്ഞല്ല. അതെ, അങ്ങനെയാണ് എന്റെ ചേട്ടനും ചേച്ചി. മനസ്സിലായി? അവർ അത്രയും കൊച്ചച്ഛനെ അവർ ഒരു വാക്ക് പോലും തിരിച്ച് പറയാൻ സമ്മതിക്കില്ല. കൊച്ചച്ഛൻ എന്തോന്നും ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കൊച്ചച്ഛൻ ആരാണെന്നൊക്കെ. അതാ പിള്ളേർക്ക് അറിയാം. ഇത് അനുമോളെ ചേച്ചി അത്രയും അല്ലേ അവളെ കെയർ ചെയ്യുന്ന പോലെ നമ്മള് നോക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്.